ഹലോ, ഇന്ന് നമ്മുടെ 8ാമത്തെ ദിവസം നമ്മൾ ന്യൂയോർക്കിലാണുള്ളത്. ഞങ്ങൾ കാനഡയിൽ ചെന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, ന്യൂയോർക്കിൽ വന്ന് ഇറങ്ങിയിട്ടും നിങ്ങൾ ന്യൂയോർക്ക് ഇതുവരെ കണ്ടില്ലേ എന്ന് ചോദിച്ചു. എന്നാൽ ന്യൂയോർക്ക് ഒന്ന് കണ്ടേക്കാമെന്ന് ഞങ്ങളും വിചാരിച്ചു. അങ്ങനെ ഒരു ട്രാൻസിറ്റ് ട്രെയിനൊക്കെ പിടിച്ച് ഞങ്ങളങ്ങനെ ന്യൂയോർക്കിലെ ഫേമസ് ആയിട്ടുള്ള പെൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാണ് കേട്ടോ പെൻ സ്റ്റേഷൻ. പെൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയൊരു സ്റ്റേഷനും വളരെ ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുത്തു. അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇത്രയധികം ആൾക്കാർ ഈ ട്രെയിൻ പിടിച്ച് എവിടെ പോവാന്ന്. പിന്നെ നമുക്ക് അറിയാവുന്ന കുറച്ച് സ്ഥലങ്ങളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കണ്ടു. സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള മാഡിസൺ സ്ക്വയറും പെൻ 2 എന്നൊക്കെയുള്ള വലിയ ബിൽഡിങ്സും ഒക്കെ കണ്ട് കണ്ണ് തള്ളിയ ഞങ്ങൾ ഈ ന്യൂയോർക്കിനെ എങ്ങനെ ഇനി ബാക്കി കാണാം എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഈ ഒരു ഫെറി പിടിച്ച് ഞങ്ങൾ ഹഡ്സൺ റിവറിലൂടെ പോകാനായിട്ട് തീരുമാനിച്ചു. ലാസ്റ്റ് മിനിറ്റിലാണ് കേട്ടോ ഈ ഫെറി ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഈ വലിയ ബിൽഡിംഗ് ആണ് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്ററ്. പിന്നെ ഈ ഓറഞ്ച് കളറിൽ കാണുന്നതാണ് ഓറഞ്ച് സ്റ്റേറ്റൻ ഐലൻഡ് ഫെറി എന്ന് പറയുന്നത്. ഇതൊരു മെയിൻ പബ്ലിക് ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇനി ഈ കാണുന്നതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മൻഹട്ടൻ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് കുറച്ച് ക്ലോസപ്പിൽ ഞാൻ കാണിച്ചെങ്കിലും ഇതാണ് കേട്ടോ ദൂരെ നിന്നുള്ള വ്യൂ. അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ ബ്രിഡ്ജ് ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടല്ലോ എന്നെനിക്ക് തോന്നി. പക്ഷേ ഇപ്പോൾ കാണുന്ന ബ്രിഡ്ജ് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മുടെ ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ഈ 2 ബ്രിഡ്ജസാണ് ഈ ഹഡ്സൺ റിവറിലെ ഫേമസ് ആയിട്ടുള്ളത്. ഇനി ഈ കാണുന്ന ആളെ അറിയാമല്ലോ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അപ്പോൾ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തത് ഞങ്ങൾ ഈ ഒരു ഫെറിയിലൂടെ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റിയത്. ആൾക്കാരെയൊക്കെ വെച്ച് കൃത്യമായിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അടുത്തടുത്ത് വരും തോറും ഇത്ര ദൂരേന്ന് ഇത് ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, അതിൻ്റെ അന്താളിപ്പാണ്. ഇനിയും വീണ്ടും അന്താളിക്കുന്ന ഒരു സാധനമാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് നമ്മുടെ ടൈംസ് സ്ക്വയർ. കാര്യം സ്ക്വയറൊന്നും അല്ല കേട്ടോ, 2 ട്രയാങ്കിളായിട്ട് ഒരു ബോറ്റായി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും ഫോട്ടോ എടുക്കാനുള്ള യോഗമൊക്കെ ഉണ്ടായി. അവിടെ നിന്നപ്പോഴാണ് ഈ ന്യൂയോർക്ക് ടൈംസ് കാണുന്നത്. ഞാനാണെങ്കിൽ ഈ ഇംഗ്ലീഷ് സിനിമയുടെയൊക്കെ വലിയ ഫാൻ ആയതുകൊണ്ട് ഇതെനിക്ക് വളരെ കൗതുകമുള്ള ഒന്നായിരുന്നു. പിന്നെ വലിയ വലിയ ബിൽ ബോർഡ്സും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നു. ഇനി ഞാനൊരു അമേസിങ് ഫാക്റ്റ് പറയട്ടെ. ഒരു വർഷത്തിൽ ഏകദേശം 50 മില്യൺ ആൾക്കാരാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ ടൈംസ് സ്ക്വയറിൻ്റെ. അപ്പോൾ ഈ ടൈംസ് സ്ക്വയറിൽ ബ്രോഡ്വേ ഉണ്ട്, 6th അവന്യൂ ഉണ്ട്, അതുപോലെ 42nd സ്ട്രീറ്റും ഉണ്ട്. ഈ 3 കാര്യങ്ങൾ കൂടി ചേർന്നാണ് ഈ വലിയ ടൈംസ് സ്ക്വയർ ഉണ്ടായിരിക്കുന്നത്. ഇതിനെ നമ്മൾ ക്രോസ് റോഡ്സ് ഓഫ് ദ വേൾഡ് എന്നും പറയും. അങ്ങനെ ഈ ക്രോസ് റോഡിൽ നിന്നും ഞങ്ങൾ ബൈ